കാട്ടൂരെന്ന നാട്ടിൽ സമ്പന്നമാം വീട്ടിൽ റോസ എന്ന കുഞ്ഞ് ജാതയായല്ലോ. പൊന്നുകൊണ്ട് പൊതിഞ്ഞ് പട്ടുടുപ്പ് ധരിച്ച് മോദമോടെ വീട്ടിൽ റോസ വളർന്നു. കാട്ടൂരെന്ന നാട്ടിൽ സമ്പന്നമാം വീട്ടിൽ റോസ എന്ന കുഞ്ഞ് ജാതയായല്ലോ. 100 പവൻ പൊന്നും 10 ഏക്കർ പറമ്പും സ്ത്രീധനമായി നൽകാനപ്പനൊരുങ്ങി. റോസക്കുഞ്ഞാണെങ്കിൽ കർത്താവിൻ്റെ വധുവായി ജീവൻ സമർപ്പിക്കാൻ തീരുമാനിച്ചു. കൂനമ്മാവിൽ പിന്നെ അമ്പഴക്കാട്ടിലും ഒല്ലൂരിലും റോസ പരിശീലിച്ചു. ഏവുപ്രാസ്യ എന്ന പേരിൽ കന്യാമഠത്തിൽ കർത്താവിൻ്റെ പ്രിയ മണവാട്ടിയായി ജപമാല ചൊല്ലി മാതാവിനോടൊപ്പം കർത്താവിൻ്റെ കൃപയിൽ കന്യ വളർന്നു. രോഗികളായോർക്കും ദുഃഖിതരായോർക്കും പ്രാർത്ഥിക്കുന്ന അമ്മ ആശ്വാസം നൽകി. ശുദ്ധികരാത്മാക്കൾ മാറി മാറി വന്നു പ്രാർത്ഥനാ സഹായം അവർക്കും നൽകി. ഈശോയും മാതാവും സ്വർഗീയരേവരും പലപ്പോഴും അമ്മയുടെ അരികിൽ വന്നു. പുണ്യപ്പെട്ട കന്യ 75-ാം വയസ്സിൽ പരലോകം പോകാൻ യാത്രയായല്ലോ. മരിച്ചാലും മറക്കില്ലെന്നോതിയ അമ്മ വിശുദ്ധയായി വരങ്ങൾ ചൊരിഞ്ഞിടുന്നു. അമ്മേ എവുപ്രാസ്യേ നോക്കി നിൽക്കും സുതരിൽ അനുഗ്രഹ പൂമഴ വർഷിക്കണമേ. അമ്മേ എവുപ്രാസ്യേ നോക്കി നിൽക്കും സുതരിൽ അനുഗ്രഹ പൂമഴ വർഷിക്കണമേ. അമ്മേ എവുപ്രാസ്യേ നോക്കി നിൽക്കും സുതരിൽ അനുഗ്രഹ പൂമഴ വർഷിക്കണമേ. അമ്മേ എവുപ്രാസ്യേ നോക്കി നിൽക്കും സുതരിൽ അനുഗ്രഹ